തൽഹത്ത് ഇബ്നു ബറാഅ, പോയിട്ട് വാപ്പാനെ കൊന്നിട്ട് വരൂ തൽഹ. അപ്പോഴാണ് തൽഹത്ത് ഇബ്നു ബറാഅ റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കുകയാണ്. തങ്ങളെ ഇത്രയെന്ന് പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല എന്ന ഒരു ഭാവമില്ല. പറയുന്നതും ഉടനടി അങ്ങ് എഴുന്നേൽക്കുകയാണ്. തൽഹത്ത് റളിയല്ലാഹു അൻഹു എഴുന്നേൽക്കുകയാണ്. എഴുന്നേറ്റിട്ട് നേരെ വാപ്പാന്റെ മുമ്പിലേക്ക് ഊരിപ്പിടിച്ച വാളുമായി തൽഹത്ത് പുറപ്പെടുമ്പോഴാണ് മഹാനരായ ലോകത്തിന്റെ നേതാവ് മദീനായുടെ മലർവനിയിലിരുന്ന് ലോകമാകമാനമുള്ള മാനവികതയുടെ വനതലങ്ങളിലെ ചലനങ്ങളെ അറിഞ്ഞ് പരിഹാരത്തിന്റെ പറുദീസയൊരുക്കുന്ന റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വഅലിഹി വസഹബിഹി വസല്ലം തങ്ങളെ പറയുകയാണ്, അല്ലയോ തൽഹ, ഞാൻ കുടുംബബന്ധം മുറിക്കാൻ വേണ്ടി വന്നയാളല്ല, മക്കളെ കൊണ്ട് വാപ്പാനെ കൊല്ലിക്കാൻ വേണ്ടി വന്നയാളല്ല. നിങ്ങളുടെ നിശ്ചയദാർഢ്യം ശരിയാണോ എന്നറിയാനാണ് വാപ്പയെ കൊല്ലാൻ പറഞ്ഞത് എന്ന് പറഞ്ഞ് തൽഹയെ തടുത്തു നിർത്തുകയാണ്. അറിയുമോ സഹോദരാ, വാപ്പയെക്കാണ് വലുത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്നത് സഹാബിയുടെ കേവലം മുദ്രാവാക്യമല്ല, യഥാർത്ഥത്തിൽ മനസ്സിലേക്ക് ഏറ്റുവാങ്ങിയ സ്നേഹമാണ്. അല്ലാഹുവിന്റെ ഹബീബിനോടുള്ള ഇഷ്ടമെന്ന് പറയുന്നത് കേവലം താൽക്കാലികമായ ഒരു പദപ്രയോഗമല്ല, വസ്തുതാപരമായി ഏറ്റെടുത്തിട്ടുള്ള യാഥാർത്ഥ്യമാണ്. ഈ തൽഹത്ത് റളിയല്ലാഹു അൻഹു അവസാന രോഗശൈലിയിൽ കിടക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, തൽഹത്തിന് വല്ലതും സംഭവിച്ചാൽ എന്നെ അറിയിക്കണേ എന്ന് വീട്ടുകാരോട് വസിയ്യത്ത് ചെയ്യുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. തൽഹത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ആരോഗ്യസ്ഥിതി അപകടത്തിലാണ്. ലോകത്തോട് വിട പറയാൻ ഒരുങ്ങുകയാണ്. അപ്പോഴാണ് തൽഹ റളിയല്ലാഹു അൻഹുവിനോട് വീട്ടുകാര് പറഞ്ഞു, അല്ലയോ തൽഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഈ രാത്രിയായാലും എപ്പോഴായാലും നിങ്ങൾക്ക് രോഗം വർദ്ധിച്ചാൽ ചെന്ന് അറിയിക്കണമെന്ന്. ഞങ്ങൾ പോയി നബി തങ്ങളെ വിളിക്കട്ടെ തൽഹ. തൽഹത്ത് ഇബ്നു ബറാഅ റളിയല്ലാഹു അൻഹു പറയാണ്, വേണ്ട വേണ്ട, ഈ പാതിരാവിന്റെ മഴവിൽ എന്റെ ഹബീബിനെ വിളിക്കണ്ട. എനിക്കെന്റെ ഹബീബിനെ കാണാൻ ആശയില്ലാഞ്ഞിട്ടല്ല. നമ്മുടെ ഈ പ്രവിശ്യയിലേക്ക് വരുമ്പോൾ ജൂതന്മാരായ എതിരാളികൾ ഒരു പക്ഷേ ശല്യപ്പെടുത്താൻ സാധ്യതയുള്ള സ്ഥലമാണ്. എനിക്ക് വേണ്ടി ഇറങ്ങിയിട്ട് നബിതങ്ങൾക്കൊരു പ്രയാസം വേണ്ട. അതുകൊണ്ട് തൽഹത്തിന് വേണ്ടി അല്ലാഹുവിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പാതിരാത്രിയിൽ ഇറങ്ങേണ്ടതില്ല. അതുകൊണ്ട് ഹബീബായ നബിതങ്ങളെ വരുത്തണ്ട. പ്രിയമുള്ളവരെ, നബിതങ്ങളോടുള്ള സ്നേഹ ബഹുമാനമാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുകയാണ്, തൽഹത്ത് വഫാത്തായി പോയി. സ്വഹാബത്തിനോട് ചോദിച്ചു, സ്വഹാബ, അവരുടെ വീട്ടുകാരോട് നമ്മൾ അറിയിച്ചിരുന്നല്ലോ തൽഹത്തിന് വല്ലതും സംഭവിച്ചാൽ അറിയിക്കണമെന്ന്. എന്തുകൊണ്ടാണ് അവര് നേരത്തെ പറയാതിരുന്നത്? അപ്പോഴാണ് തൽഹത്ത് ഇബ്നു ബറാഅ റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യം ഹബീബായ തങ്ങളോട് പറയുന്നു, യാ റസൂലല്ലാഹ്, അവിടുത്തോടുള്ള ആദരവിന്റെ അദമ്യതയിൽ അനുരാഗത്തിന്റെ ഉന്നതിയിൽ നിന്നുകൊണ്ട് മഹാനരായ തൽഹത്ത് പറഞ്ഞതാണ്,
രാത്രിയിൽ റസൂലുള്ളാഹിനെ വിളിക്കണ്ട, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ക്ഷണിക്കണ്ട. കാരണം എനിക്ക് റസൂലുള്ളാഹി തങ്ങളെ കാണാൻ ആഗ്രഹമുണ്ട്. അതിനേക്കാൾ വലുത് എന്റെ ഹബീബിന്റെ ക്ഷേമമാണ്. അതുകൊണ്ട് വേണ്ടല്ലോ. അതാണ് തങ്ങളെ വിളിക്കാഞ്ഞതെന്ന് പറയുമ്പോഴാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, യാ റബ്ബൽ ആലമീൻ, അല്ലാഹുവേ എന്റെ തൽഹ നിന്നിലേക്ക് വന്നിട്ടുണ്ട്, നീ സന്തോഷത്തോടെ സ്വീകരിക്കണേ റബ്ബേ. തൽഹ നിന്നിലേക്ക് ചിരിച്ചുകൊണ്ട് വരുന്നതും നീ സന്തോഷത്തോടെ സ്വീകരിക്കുന്നതുമായ ഒരവസ്ഥ തൽഹത്ത് ഇബ്നു ബറാഇന് നൽകണേ റബ്ബേ. പ്രിയമുള്ള സഹോദരന്മാരെ, ഇതാണ് സഹാബത്തിന്റെ സ്നേഹം. അവർക്ക് എല്ലാത്തിലും വലുത് ഹബീബാണ്. അത് കേവലമായ ഒരു തിയറിയല്ല, താൽക്കാലികമായ ഒരു പ്രഭാഷണ സൗരഭ്യമല്ല. അവരുടെ ആത്മാവിലേക്ക് അവർ ഏറ്റെടുത്തിരിക്കുകയാണ്, ഹൃദയത്തിലേക്ക് അവർ ആവഹിച്ചിരിക്കുകയാണ്. റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എല്ലാ വിധേനയും അവർ ഏറ്റെടുത്തു കഴിഞ്ഞപ്പോൾ അവരുടെ മുമ്പിൽ ഹബീബിനോടുള്ള സ്നേഹത്തിന് യാതൊരു വിലങ്ങ് തടിയുമില്ല. അവരുടെ മനസ്സ് കൊതിക്കുകയാണ്, ലോകത്തിന്റെ ഹൃദയത്തിലേക്ക് അടയാളപ്പെടുത്തുകയാണ്. മേ മദീനേ ചലാ, മേ മദീനേ ചലാ, ഫിർ കറം ഹോ ഗയാ, മേ മദീനേ ചലാ. അല്ലയോ പ്രിയമുള്ള സഹോദരന്മാരെ, ഞാനും നിങ്ങളും ഈ കാലഘട്ടത്തിൽ ചെയ്യേണ്ടത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്ത് വളർത്തുകയാണ്, അതിലേക്ക് കൂടുതൽ അടുക്കുകയാണ്, അനുസൃതമായ കർമ്മങ്ങൾ ചെയ്യുകയാണ്. അതുപോലെ വേറെ ഒരു കാര്യത്തിനും മഹത്വമില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, എല്ലാവരുടെയും ഈമാൻ പൂർത്തിയാകണമെങ്കിൽ വേണ്ടത് അയ്യകൂന ഹവാഹു തബഅൻ ലിമാ ജിഅ്തു ബിഹി. നിങ്ങളുടെ താൽപര്യങ്ങൾ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ, നിങ്ങളുടെ ഇഷ്ടങ്ങൾ, നിങ്ങളുടെ ദേഹീയമായ താൽപര്യങ്ങളും മാനസികമായ പൊരുത്തങ്ങളും തബഅൻ ലിമാ ജിഅ്തു ബിഹി, ഞാൻ കൊണ്ടുവന്ന അതേ വഴിയിൽ ആകുന്നത് വരെ നിങ്ങളുടെ ഈമാൻ പൂർണ്ണമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണോ കൊണ്ടുവന്നത് അത് എന്റെ താൽപര്യമാകുന്നത് വരെ എന്റെ ഈമാൻ സമ്പൂർണ്ണമാകില്ല. എന്റെ താൽപര്യം ഒരു ഭാഗത്ത്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താൽപര്യം വേറൊരു ഭാഗത്ത്. അങ്ങനെയായാൽ ഈമാൻ പൂർണ്ണമാകില്ല. അങ്ങനെയായാൽ ശരിയായ വിശ്വാസിയാകില്ല. ശരിയായ വിശ്വാസത്തിന്റെ നിദാനം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താൽപര്യം ഏതാണോ അതുതന്നെ എന്റെയും നിങ്ങളുടെയും താൽപര്യമായി മാറുക എന്നതാണ്. അല്ലാതെ നമ്മളുടെ ഈമാൻ ഈമാനാവില്ല. ഹബീബായ തങ്ങളുടെ താൽപര്യം എവിടെയാണുള്ളത്? കേവലം പള്ളിയിൽ നിസ്കരിക്കുന്നിടത്ത് മാത്രമല്ല, റമളാനിൽ നോമ്പെടുക്കുന്നിടത്ത് മാത്രമല്ല, ജീവിതത്തിന്റെ എല്ലാ തലങ്ങളിലും നിറഞ്ഞു നിൽക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താൽപര്യങ്ങൾ രേഖപ്പെടുത്തപ്പെടാത്ത ഒരു മേഖലയും ഇല്ല മോനെ. എല്ലാ മേഖലയിലും ഹബീബിന്റെ താൽപര്യങ്ങളുണ്ട്, മാതൃകയുണ്ട്. അതനുധാവനം ചെയ്യുന്നത് വരെ നമ്മുടെ ഈമാൻ ഈമാനല്ല. എന്തിനേറെ പറയണം, കരയുമ്പോൾ റസൂലുള്ളാഹിന്റെ താൽപര്യം പരിഗണിച്ചുകൊണ്ട് കരയണം. ചിരിക്കുമ്പോൾ റസൂലുള്ളാഹിന്റെ താൽപര്യം പരിഗണിച്ചുകൊണ്ട് ചിരിക്കണം.
അതെങ്ങനെയാണ് റസൂലുള്ളാഹിനെ അറിഞ്ഞിട്ട് ചിരിക്കുക? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിഞ്ഞ് കരയുക. മോനെ, വലിയ ഒരു അധ്യായമാണത്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് കൊല്ലം ജില്ലയിലെ വെറ്റമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് എന്റെ പ്രസംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞ നിമിഷങ്ങളാണ്. 200 ചില്ലാനം രംഗങ്ങളാണ് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞ സന്ദർഭങ്ങളായി വായിക്കാനിടയായത്. അത്രയേ ഉള്ളൂ എന്ന് ഞാൻ പറയുന്നില്ല. എന്റെ ഒരു ചെറിയ അന്വേഷണത്തിൽ കിട്ടിയതാണ്. എത്രയോ വിശാലമായ അധ്യായമാണ്. നബി തങ്ങൾ കരഞ്ഞ രംഗങ്ങൾ എപ്പോഴൊക്കെയാണ്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞ സംഭവങ്ങളാണ് 200 ചില്ലാനമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞ കോൺടെക്സ്റ്റുകൾ 5 എണ്ണമാണ്. ഹബീബായ തങ്ങൾ കരഞ്ഞ കോൺടെക്സ്റ്റുകൾ ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് കരയുന്നത്? ചിലപ്പോൾ സന്തോഷം കൊണ്ട് കരഞ്ഞിട്ടുണ്ട്. സന്തോഷത്തോടെ കരയുന്ന നേരത്ത് ഹൃദയത്തിന് തണുപ്പാണ്, കണ്ണുനീരിന് തണുപ്പാണ്. അത് വലിയ ഒരു ആനന്ദമാണ്. സന്തോഷം കൊണ്ട് കരഞ്ഞ രംഗങ്ങളുണ്ട്, ദുഃഖം കൊണ്ട് കരഞ്ഞ രംഗങ്ങളുണ്ട്. റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കരഞ്ഞതുപോലെ കരയണേ. ഇന്നിവിടെ എന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് ഞാൻ കിടക്കുന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വന്നത് എന്താണ്? ഹബീബായ നബി തങ്ങളെ കരഞ്ഞതുപോലെ കരയണം എന്ന് പറഞ്ഞാൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശബ്ദമുണ്ടാക്കിയിട്ട് കരഞ്ഞിട്ടില്ല. അലമുറയിട്ട് കരഞ്ഞ ഒരു രംഗവും അവിടുത്തെ ജീവിതത്തിലില്ല. കണ്ണൊലിക്കാറുണ്ട്, കൽബ് തേങ്ങാറുണ്ട്, നെഞ്ചിൽ നിന്നൊരു ചെറിയ ശബ്ദം പോലെ ഉണ്ടാകാറുണ്ട്, കവിൾത്തടം നനയാറുണ്ട്. ചിലപ്പോൾ താടിരോമത്ത് നിന്ന് കണ്ണുനീര് താഴേക്ക് വീഴാറുണ്ട്. അല്ലാതെ ശബ്ദമുണ്ടാക്കിയിട്ടൊരു കരച്ചിൽ ഹബീബായ നബി തങ്ങളുടെ ജീവിതത്തിലില്ലേ ഇല്ല. എന്റെ പ്രിയമുള്ള പെങ്ങളെ, കരയുന്നതിന്റെ രീതിശാസ്ത്രം കാണിച്ചു തന്ന നേതാവാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. 1400 കൊല്ലം മുമ്പ് ലോകത്തോട് വിട പറഞ്ഞ പുണ്യനബി തങ്ങള് കരഞ്ഞതെപ്പോഴൊക്കെ എന്ന് ഈ കാലഘട്ടത്തിലെ ഒരു വിദ്യാർത്ഥിയുടെ മുമ്പിൽ പടർന്നു കിടക്കുന്ന ഗ്രന്ഥങ്ങളാണ്, വിരിച്ചു വെച്ചിരിക്കുന്ന നിവേദനങ്ങളാണ്. എന്തൊരു വിശാലമാണ് എന്റെ ഹബീബിന്റെ ലോകം, എന്തൊരു മനോഹരമാണ് എന്റെ ഹബീബിനെ കുറിച്ചുള്ള പഠനം. ഇതൊരു വല്ലാത്ത ലോകം തന്നെ. അതല്ലേ മഹാന്മാരായ ആളുകൾ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയാൻ എവിടുന്ന് തുടങ്ങണമെന്ന് അറിയാൻ പറ്റുന്നില്ല. അല്ലഫല്ലീഫു നിളാമ മദ്ഹി അലൽ ആലിയാൽ അവല സൂതൂരി ബിസ്മില്ലാഹി ബദിൽ ഖാലിഖാൻ بلغ المدح في صفه فما بلغ بالغ معشار ما أوتي بها من بالبال. പ്രകീർത്തനത്തിന്റെ കോകിലങ്ങളും മദ്ഹിന്റെ രാജാക്കളും രചനയുടെ സാമ്രാജ്യത്തിലെ സാമ്രാട്ടുക്കളും പേനയെടുത്ത് വർണ്ണനയുടെ വസന്തങ്ങൾ തീർത്ത് രചനയുടെ ആയിരക്കണക്കിന് വാല്യങ്ങൾ എഴുതിയിട്ടും ഹബീബായ നബി തങ്ങളെ വരച്ചു തീർക്കാൻ കഴിഞ്ഞിട്ടില്ല മോനെ. അങ്ങനെയുള്ള നേതാവ് ബാലഗൽ മുദ്ദാഹു ഫീ ഔസാഫിഹി ഫമാ ബലഗ
പ്രകീർത്തകന്മാര് മുഴുവനും പാരമ്യതയിലാണ് എത്തിയത്. അവരുടെ ദിക്കിൽ പരമാവധിയാണ് അവര് പറഞ്ഞത്. പക്ഷേ ഹബീബിനെ കുറിച്ച് ഒരൽപ്പം പോലും ആകാൻ അതിന് സാധിച്ചിട്ടില്ല. അത്രയും വലിയ പ്രകീർത്തനത്തിന്റെ രാജാവാണ്, അല്ലെങ്കിൽ മഹത്വങ്ങളുടെ നേതാവാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ്.